ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡെലിവറി വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആവാൻ പോകുന്നതിൻ്റെ അന്നത്തെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് വരെയുള്ള രാവിലെയുള്ള കാര്യങ്ങളും എല്ലാമായിട്ട് നമ്മൾ മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണാം കേട്ടോ. ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ലേബർ റൂമിലേക്കാണ് കേട്ടോ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കി, അതുപോലെ ബ്ലഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ റൂമിലേക്ക് തന്നെ ആക്കിയതാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ഒരു 5:30, 5:45 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 പ്രഗ്നൻസിയിലും നമ്മൾ അഡ്മിറ്റ് ആയിട്ട് അങ്ങനെ മരുന്ന് വെച്ചിട്ടാണ് കേട്ടോ വേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയിൽ അങ്ങനെ ആവരുത്, നമ്മുടെ വേദനയൊക്കെ വന്നിട്ട് വരണം. അതുപോലെ ട്യൂബ് ഇടലൊന്നും ഒഴിവാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം. അപ്പോൾ അതിന് വേദന വന്ന് പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂബ് ഇടൽ ഒഴിവാക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഇതും. നമ്മളങ്ങനെ അഡ്മിറ്റ് ആയിട്ട് തന്നെ ഉണ്ട്, വേദനയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ പിന്നെ 8 മണിക്ക് വരാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേബർ റൂമിലേക്ക്. അപ്പോൾ മനസ്സിൽ മുഴുവൻ ട്യൂബ് ഇടാനാവും എന്നൊക്കെ ഉള്ള ആ ഒരു പേടിയായിരുന്നു കേട്ടോ. പക്ഷേ കുട്ടിയുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ 10 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പോഴും അപ്പോൾ ആയിരിക്കും ഇനി ട്യൂബ് ഇടൽ എന്ന് കരുതിയിട്ട് അങ്ങനെ 10 മണിക്ക് പോയി. അപ്പോഴും ഈ സെയിം ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കി രാവിലെ 5:30, 6 മണി ആ ഒരു സമയത്താണ് കേട്ടോ. കറക്റ്റ് എനിക്ക് ടൈം ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ വട്ടം ചെല്ലുമ്പോഴും ഇതന്നെയാണ് മനസ്സിൽ, ഇപ്പോൾ ട്യൂബ് ഇടാനാവും ആ ഒരു മൈൻഡായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനും എനിക്കാരും വീഡിയോ എടുത്ത് തരാനൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെറിയ ക്ലിപ്പുകളൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ 6 മണിക്ക് പോയിട്ട് അപ്പോഴാണ് എനിമിയും കാര്യങ്ങളൊക്കെ തന്നത്. അപ്പോഴും ട്യൂബും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഫസ്റ്റ് നമ്മൾ ലേബർ റൂമിലേക്ക് വന്നപ്പോൾ അവർ PVയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ 2 സെൻറ്റിമീറ്റർ ഡൈലേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ കാരണമായിരിക്കും എനിക്കങ്ങനെ ട്യൂബ് ഇടേണ്ടി വന്നിട്ടില്ല കേട്ടോ ഈ ഒരു ഡെലിവറിക്ക്. പിന്നെ വേഗം എനിമൊക്കെ തന്ന് അവിടുന്ന് ബാത്റൂമിലൊക്കെ പോയി ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കും 7:30 ആകുമ്പോഴത്തേന് നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോട്ടലിൽ പോയി ചായയും വെള്ളപ്പവും ഒരു ഗ്രീൻ പീസ് കറിയൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. 2 റബ്ബർ ബാൻഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കെട്ടി 2 ഭാഗം കെട്ടിയിട്ടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലേബർ റൂമിലേക്ക് പോയി. പിന്നെ 11 മണിക്കാണ് കേട്ടോ നമ്മുടെ ഡെലിവറി കഴിയുന്നത്. ബേബി ബോയ് ആണ്. അപ്പോൾ അവിടുന്നും വല്ലാതെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് കുറച്ചൊരു കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അങ്ങനെ 2 മണിക്കൂറൊക്കെ ആയിട്ട് എന്നെ റൂമിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോഴൊന്നും കുട്ടീനെ തന്നിട്ടുണ്ടായിരുന്നില്ല. കുട്ടീനെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ 11 മണിക്ക് ഡെലിവറി കഴിഞ്ഞ്. പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് നമുക്കൊന്ന് പാല് കൊടുക്കാൻ തന്നെ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെയും കുട്ടീനെ കൊണ്ടുപോയി പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ വെക്കാൻ കിട്ടിയത് ഒരു 12 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ അന്ന് രാത്രി. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ബേബിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ട് തരുമ്പോഴത്തേണ് കേട്ടോ. അപ്പം അങ്ങനെ എടുത്തതാണ്. ഞാനാണെന്നുണ്ടെങ്കിലും ലേബർ റൂമിൽ നമ്മുടെ ഡെലിവറി കഴിയുന്ന സമയത്ത് നമുക്കൊന്ന് കാണിച്ചു തരുമല്ലോ, അങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബേബിനെ കിട്ടിയപ്പോഴാണെങ്കിലും സംസം വെള്ളം കൊടുക്കാനും ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നാണെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോകുക എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ തിരക്കൂട്ടിയ കാരണം കൊണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ സംസൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ കിട്ടിയത് എൻ്റെ കസിൻ കാരണമാണ് കേട്ടോ, അല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ ഓരോ പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിലും ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ഒക്കെ വ്യത്യാസമാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് ഡെലിവറി ഉണ്ടായ പോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിസംബർ 31 കേട്ടോ നമ്മുടെ ബേബി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.